ഹായ് ഓൾ, ഈ ഒരു സെഷനിൽ നമ്മൾ ആദ്യം പറയുന്നത് ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ടെക്നോളജി വെച്ചിട്ടും അതേപോലെ പിയർ ടു പിയർ ടെക്നോളജി വെച്ചിട്ടും നമ്മൾ ആ രണ്ട് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഈ മോണിറ്ററി ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് കറൻസി ആണത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അതായത് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് കറൻസിയാണ്. അതെന്താ ചെയ്യുന്നത്, ക്രിപ്റ്റോ കറൻസി ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് അതിൽ. അതേപോലെ പിയർ ടു പിയർ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ടെക്നോളജിയും വെച്ചിട്ട് അതെന്ത് ചെയ്യാണ്, ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനെ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ ഒരു ഡിജിറ്റൽ കറൻസിയാണ് എന്ന് പറഞ്ഞു. നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ബിറ്റ്കോയിൻ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബിറ്റ്കോയിൻ നമ്മൾ അതായത് പൊതുവേ പറയുക ഡോളറിൻ്റെ ടേംസിലാണ്. പക്ഷേ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അത് ഏത് രാജ്യത്താണോ അല്ലെങ്കിൽ ഏത് നാഷനിലാണോ ആ നാഷനിലുള്ള ലോക്കൽ കറൻസീസിൽ അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ബിറ്റ്കോയിൻ എന്ന് പറയുന്നതാണ് ബിഗ്ഗസ്റ്റ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2009 ബൈ സതോഷി നക്കാമോട്ടോ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രോ. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കറൻസിയാണ്, മോണിറ്ററി ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ഡിജിറ്റൽ പേയ്മെൻറ്റ് കറൻസി. പിന്നെ ഇനി ബാക്കി ബിറ്റ്കോയിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ക്രിപ്റ്റോ കറൻസി ഈസ് നത്തിങ് ബട്ട് എ ഡിജിറ്റൽ കറൻസി ഇൻ വിച്ച് എൻക്രിപ്ഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ടു റെഗുലേറ്റ് ദ ജനറേഷൻ ഓഫ് യൂണിറ്റ്സ് ഓഫ് കറൻസി. അതായത് ഇവിടെ നമ്മൾ എൻക്രിപ്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ആ കറൻസി യൂണിറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെഗുലേഷൻ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫണ്ട് ട്രാൻസ്ഫറിനെ വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏത് ട്രാൻസ്ഫറിങ്ങിലും നമ്മളവിടെ എൻക്രിപ്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, കംഫർട്ടബിൾ ആണ്. വേൾഡ് വൈഡ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ദേ ആർ പ്രൈവറ്റ് ആൻഡ് അനോണിമസ് ഇനഫ് ടു സെർവ് ആസ് എ മീൻസ് ഓഫ് പേയ്മെൻറ്റ് ഫോർ ബ്ലാക്ക് മാർക്കറ്റ്സ്. അതായത് അത് പ്രൈവറ്റ് ആണ്, അതേപോലെ ആരാണ് എന്നൊന്നും അറിയുന്നില്ല, അനോണിമസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ പേയ്മെൻറ്റ് ആയിട്ട് ഈ ബിറ്റ്കോയിന് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വേറെ ഏതെങ്കിലും ഇപ്പോൾ കട്ട്ലോഡ് എക്കണോമിക് ആക്ടിവിറ്റി, അതായത് നമ്മൾ ഓപ്പണായിട്ട് പുറത്തേക്ക് കാണാത്ത എന്തെങ്കിലും എക്കണോമിക് ആക്ടിവിറ്റി ബ്ലാക്ക് മാർക്കറ്റ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയാൻ കാരണം അത് സ്ട്രോങ് ക്രിപ്റ്റോഗ്രഫി ടെക്നോളജി വെച്ചിട്ട് സെക്യൂർ ചെയ്തതുകൊണ്ടാണ് ഇതിനെ ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത്. അത് ആളുകളല്ല അതിനെ എന്ത് ചെയ്യുന്നത്, സെക്യൂർ ആക്കുന്നത്, അല്ലെങ്കിൽ നമുക്കതിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അത് സെക്യൂർ അല്ല. അവിടെ ശരിക്കും ഈ എൻക്രിപ്ഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട്, എൻക്രിപ്ഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല കോഡുകളാക്കി മാറ്റി, അതായത് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ സെക്യൂർ ആക്കി മാറ്റുന്നത്. പിന്നെ ന്യൂ ബിറ്റ്കോയിൻസ് ആർ ക്രിയേറ്റഡ് ബൈ എ കോമ്പറ്റേറ്റീവ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്രോസസ് കോൾഡ് മൈനിങ്. അപ്പോൾ മൈനിങ് എന്നാണ് ആ ഒരു പ്രോസസ്സിനെ പറയുക. അതായത് പുതിയ ബിറ്റ്കോയിൻസിനെ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മൈനിങ് എന്ന് പറയുക. ബിറ്റ്കോയിൻ മൈനേഴ്സ് ആർ പ്രോസസ്സിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് സെക്യൂറിംഗ് ദ നെറ്റ്വർക്ക് യൂസിങ് സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ ആൻഡ് ആർ കളക്ടിങ് ന്യൂ ബിറ്റ്കോയിൻസ് ഇൻ എക്സ്ചേഞ്ച്. അപ്പോൾ ബിറ്റ്കോയിൻ മൈനേഴ്സ് എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക് സെക്യൂർ ചെയ്യുന്നുണ്ട്, അതേപോലെ അതിന് വേണ്ട സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ, സെക്യൂരിറ്റിക്ക് വേണ്ട സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ ബിറ്റ്കോയിൻസ് ഈ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബിറ്റ്കോയിൻ മൈനേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പുതിയ ബിറ്റ്കോയിൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് മൈനിങ് എന്ന് പറയുക. അത് ചെയ്യുന്ന ടീമാണ് ബിറ്റ്കോയിൻ മൈനേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ബിറ്റ്കോയിൻ പ്രോട്ടോക്കോളും ഉണ്ട്. അതെന്താ വെച്ചാൽ ഒരു ഫിക്സ്ഡ് റേറ്റിൽ തന്നെയാണ് ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബിറ്റ്കോയിൻ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ മേക്കിംഗ് ദ പ്രോസസ് ഓഫ് ബിറ്റ്കോയിൻ മൈനിങ് എ വെരി കോമ്പറ്റേറ്റീവ് ബിസിനസ്. അതായത് ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ റെഗുലേഷൻസും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബിറ്റ്കോയിൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. പിന്നെ ബിറ്റ്കോയിൻ നെയ്തർ ഹാവ് ആൻ ഇൻട്രിൻസിക് വാല്യൂ നോർ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈയിങ് അസെറ്റ്.
with a huge difference in the number of people participating on different exchanges. The price of Bitcoin varies accordingly. അതായത് നമുക്ക് ബിറ്റ്കോയിനിൽ ഇന്നൊരു വാല്യൂ ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എത്ര ഡിഫറൻസിലാണോ, എത്ര ആളുകളാണോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഓരോ എക്സ്ചേഞ്ചിലും, അതിനനുസരിച്ച് എന്തുണ്ട്, ബിറ്റ്കോയിൻ പ്രൈസിലും വേരിയേഷൻസ് വരുന്നുണ്ട്. ബിറ്റ്കോയിൻ അപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ ലീഗലി ഇഷ്യൂസ് ഉണ്ട്. ഇന്ത്യയിൽ ബിറ്റ്കോയിൻ അപ്ലിക്കേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്കോയിൻ ട്രേഡിംഗ്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, സെബ്വേ, യൂണോ കോയിൻ ആൻഡ് കോയിൻ സെക്യൂർ എന്ന് പറയുന്നത്. ബിറ്റ്കോയിൻ ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് വെരി ഈസിലി ആഫ്റ്റർ ക്രിയേറ്റിംഗ് ആൻ അക്കൗണ്ട് വിത്ത് ദ ട്രേഡിംഗ് പാർട്ട്ണർ ഫില്ലിംഗ് ഇൻ യുവർ നെസസറി ഡീറ്റെയിൽസ്. അപ്പോൾ ബിറ്റ്കോയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിയിട്ട് പെട്ടെന്ന് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് അങ്ങനെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നുമില്ല, നമ്മൾ ആരുമായിട്ടാണോ ട്രേഡിംഗ് നടത്തുന്നത് അവരുമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, നെസസറി ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇൻ ഇന്ത്യ ദ മാൻഡേറ്ററി തിങ്സ് നീഡഡ് ടു സ്റ്റാർട്ട് ബിറ്റ്കോയിൻ ട്രേഡിംഗ് ആർ ആൻ ആക്റ്റീവ് ഇമെയിൽ അക്കൗണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ബിറ്റ്കോയിൻ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ അക്കൗണ്ട് വേണം, ഒരു ബാങ്ക് അക്കൗണ്ട് വേണം, ഒരു മൊബൈൽ നമ്പർ വേണം, ആധാർ വേണം, പാൻ കാർഡ് വേണം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നമുക്കറിയാം ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ് ആർ റെയർലി ആക്സെപ്റ്റഡ് ഇൻ റൂറൽ ആൻഡ് ഈവൻ ഇൻ ഫ്യൂ സെമി അർബൻ ഏരിയാസ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അർബൻ ഏരിയാസിൽ അതൊക്കെ ഓക്കെയാണ്. അതായത് ഈ ടൗൺ ഏരിയാസിൽ ഇപ്പോൾ ഒരു സെമി അർബൻ, അതായത് ഹാഫ് വില്ലേജ് ആൻഡ് ഹാഫ് ടൗൺ ഏരിയ, അതായത് രണ്ടും കൂടിയ ഒരു സ്ഥലം, അതേപോലെ തന്നെ റൂറൽ കംപ്ലീറ്റ്ലി വില്ലേജ് ആയിട്ടുള്ള ഏരിയാസ്, അങ്ങനത്തെ ഏരിയകളിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, വളരെ റെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ ബിറ്റ്കോയിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയാൽ, കാരണം അവർക്ക് സ്മാർട്ട് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബിറ്റ്കോയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ചും കൂടെ എന്താണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഈ ബിറ്റ്കോയിൻ്റെ ഈ ഹൈ വൊളാറ്റിലിറ്റിയും അതേപോലെ ഈ പ്രൈസിലുണ്ടാവുന്ന ആളുകൾക്ക് എണ്ണത്തിനനുസരിച്ച് ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, അതിനെയാണ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുക. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ബിറ്റ്കോയിനിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ, ഇങ്ങനെ കുറച്ച് ഉള്ളോട്ടുള്ള ആളുകളാവുമ്പോൾ അവരെന്ത് ചെയ്യും, ഇത് ഇങ്ങനത്തെ കാര്യത്തിൽ നിന്നൊക്കെ, ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷനൊക്കെ ഇങ്ങനെ അതായത് വിട്ട് നിൽക്കുക ചെയ്യുക, ഇങ്ങനെ അവോയ്ഡായിട്ട് ഇങ്ങനെ അത് വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ. പിന്നെ ബിറ്റ്കോയിൻ ഈസ് എ ലീഗൽ കറൻസി ഇൻ ഓവർ 60 മേജർ നാഷൻസ്. 60 മേജർ നാഷൻസിൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ കറൻസി തന്നെയാണ്, അവർ ലീഗലി ആക്സെപ്റ്റഡ് ആണ്. അതിൽ കുറച്ചെണ്ണമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, മെക്സിക്കോ, കാനഡ, ഹോങ്കോങ്, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്. അതിൽ കുറച്ചെണ്ണം ഇവിടെ സ്പെസിഫൈ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഹാസ് നോട്ട് ബീൻ ലീഗലൈസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടില്ല, ബിറ്റ്കോയിൻ ലീഗലി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്ത്, ഇങ്ങനെ ആളുകൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന, ട്രേഡിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ആ ബിറ്റ്കോയിനിൽ. അപ്പോൾ ആ വാല്യൂ കൂടുമ്പോൾ കുറേ ക്യാഷ് എന്നുള്ളതൊക്കെ ഉള്ളത്, അതായത് ഒരു മില്യണയർ ആവണം എന്നുള്ള ഡ്രീം വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത് ലീഗലി ആക്സെപ്റ്റഡ് ആയിട്ടില്ല. അതേപോലെ തന്നെ ബിറ്റ്കോയിന് ഇല്ലീഗലായിട്ടുള്ള സ്ഥലങ്ങളാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലീഗാലിറ്റി ദർ ആർ റിസ്ക് ഓഫ് ലോസിങ് മണി. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന നെഗറ്റീവ് സൈഡുകളാണ്, അതായത് നമുക്കതിൽ ലീഗലി ആക്സെപ്റ്റഡ് അല്ല എന്ന് പറയുന്നത്, ഒന്ന് അവിടെ നമുക്ക് ക്യാഷ് പോകുന്ന റിസ്ക് കൂടുതലാണ്. മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇതൊന്നും, അതായത് അതിൻ്റെ ഫ്ലോ ഒന്നും നോക്കുന്നില്ല, നോ ഗവേണിംഗ് ബോഡി ഇല്ല അതിന്, പിന്നെ നോ റെഗുലേറ്റർ, നോ സെൻട്രലൈസ്ഡ് ചെക്ക്, നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സേഫ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതേപോലെ ഹാക്കിങ്ങിനൊക്കെ വളരെ വൾനറബിളാണ്, ഏത് നിമിഷവും ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനത്തെ സെക്യൂരിറ്റി റിസ്കുകളൊക്കെ കൂടുതലാണ്. അതുമാത്രമല്ല പേഴ്സണൽ ഇൻഫർമേഷൻ, പേഴ്സണൽ ഡാറ്റ വരെ റിസ്കിലാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഇല്ലീഗലാണ് എന്ന് ചില രാജ്യങ്ങളിൽ പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം ബിറ്റ്കോയിൻ്റെ. ഒന്ന്, ഇറിവേഴ്സിബിൾ ആണ്, അതായത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ആരെക്കൊണ്ട് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല ബിറ്റ്കോയിനിൽ. അതായത് മണി നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ